എല്ലാവർക്കും വന്ദനം. ഈ ആഴ്ചയുടെ സമാപന ദിവസമായ ഇന്ന് ദൈവം നമുക്ക് തന്ന ഈ ആഴ്ചയിൽ ലഭിക്കാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും പൂർത്തീകരണവും ഇന്ന് തന്നെയാണ്. നമുക്കത് വിശ്വസിക്കാം. ചർച്ചിലെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ സമാപന ദിവസം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പല പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ടാകും, പല വാഗ്ദത്തങ്ങളും നിറവേറും. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് നാം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കണം. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവയായിരിക്കും. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ പോകരുത്. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനമെടുത്തില്ലെങ്കിൽ, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ, മറ്റുള്ളവർ നമ്മെ ജീവിതകാലം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. ചില ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കളിപ്പാവകളാണ്. സ്വന്തമായിട്ട് തീരുമാനമില്ല. ഭാര്യ എടുക്കുന്ന തീരുമാനമാണ് ആ വീട്ടിലെ തീരുമാനം. പണ്ടാരോ പറഞ്ഞ പോലെ അങ്ങ് വീട്ടിലെ അവരാ ചേട്ടൻ. അതായത് ആ വീട്ടിൽ അവരാണ് ചേട്ടൻ, അവരാണ് തീരുമാനമെടുക്കുന്നത്. സ്വന്തമായി തീരുമാനങ്ങളില്ലാത്തവർ എപ്പോഴും ആടി ഉലയുന്ന ഒരു കപ്പൽ പോലെയാണ്. ഏത് ദിശയിലേക്ക് അത് തിരിയുമെന്ന് അറിയില്ല. എന്നാൽ ദൈവത്തെ അറിയുന്നവർക്ക്, ദൈവശബ്ദം കേൾക്കുന്നവർക്ക് ഉറച്ച നിലപാടുകൾ എടുക്കാൻ കഴിയും. അബ്രഹാം ദൈവശബ്ദം കേട്ടതുകൊണ്ട് എടുത്ത തീരുമാനങ്ങളെല്ലാം ഉറച്ച നിലപാടാണ്. അവൻ്റെ ഭാര്യ അവൻ്റെ കൂടെ ഇറങ്ങി. അവൻ്റെ സ്വത്തും നന്മകളെല്ലാം അവൻ്റെ കൂടെയാണ്. അബ്രഹാമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. ദൈവശബ്ദം കേട്ട് അതിൽ ഉറച്ചു നിന്ന് പതറാതെ തീരുമാനങ്ങൾ എടുത്ത് പുറപ്പെട്ട അബ്രഹാം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ശരി കർത്താവേ, ഉറച്ച തീരുമാനം. അതിരാവിലെ എഴുന്നേറ്റ് മോനുമായി പോവുകയാണ്. ആ തീരുമാനത്തെ മാറ്റാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അതേ മകനിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളത് എത്ര വലിയ സത്യമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവശബ്ദം കേട്ട് ദൈവവചനം ധ്യാനിച്ച് ഉറച്ച നിലപാടെടുക്കുന്ന വ്യക്തികൾ അവരുടെ കുടുംബത്തിനൊരു അനുഗ്രഹമാകും, ദേശത്തിനൊരു അനുഗ്രഹമാകും. അവർക്ക് തന്നെ ഒരു അനുഗ്രഹമായി മാറും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ
എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം എന്ന് പറഞ്ഞാൽ സ്തേഫാനോസിൻ്റെ പ്രസംഗമാണ്. ഇതിനിടയിൽ സ്തേഫാനോസ് എന്ന വ്യക്തിയെ മറന്നു പോകരുത്. അപ്പോസ്തല പ്രവൃത്തി 7 എന്ന് പറഞ്ഞാൽ സ്തേഫാനോസ് ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള നല്ല വചനമുള്ള സ്തേഫാനോസ്. അവൻ്റെ ജ്ഞാനത്തോടും വാക്കുകളോടും എതിർക്കാൻ ആർക്കും കഴിയുന്നില്ല. സ്തേഫാനോസിൻ്റെ വായിൽ മുഴുവനും ജീവജല നദികളാണ്, തിരുവെഴുത്തുകളാണ്. ദൈവവചനം കൊണ്ട് നിറച്ച ഒരു വ്യക്തിയാണ് സ്തേഫാനോസ്. പറയുന്നത് മുഴുവനും ദൈവവചനമാണ്. ഇതാ സ്തേഫാനോസിൻ്റെ പ്രസംഗം തുടരുകയാണ്. 17-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം വായിച്ചത്. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. ദൈവത്തിൻ്റെ വാഗ്ദത്തകാലം, ദൈവത്തിൻ്റെ സമയമായാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും. അങ്ങനെ മിസ്രൈമിൽ ജനങ്ങൾ അങ്ങോട്ട് പെരുകാൻ സമയമായി, അവർ വർദ്ധിക്കാൻ തുടങ്ങി. അപ്പം ദൈവം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ വർധനവെന്നുള്ളത് ദൈവമാണ് ചെയ്യുന്നത്. ആ വർധനവിൻ്റെ സമയത്ത് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. ജനങ്ങളിങ്ങനെ വർദ്ധിച്ചപ്പോൾ മിസ്രൈമിലെ രാജാവ് പറഞ്ഞു, ഇവരിങ്ങനെ വർദ്ധിച്ച് നമ്മേക്കാൾ ശക്തരായതുകൊണ്ട് നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് ഇവരുടെ കുഞ്ഞുങ്ങൾ, ഇനി ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന് നേഴ്സുമാരോട് പറഞ്ഞു. അങ്ങനെ നേഴ്സുമാർ എബ്രായ സ്ത്രീകൾ ജനിക്കുമ്പോൾ ചെന്ന് കുഞ്ഞുങ്ങളെ കൊല്ലാനാണ് രാജാവ് കൽപ്പന കൊടുത്തത്. അത് പ്രത്യേകിച്ച് 2 സ്ത്രീകളോട് അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, ശിപ്രായും പൂവായും. ഈ 2 സ്ത്രീകൾ ദൈവത്തെ ഭയപ്പെട്ടു, സത്യദൈവത്തെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് ദൈവം അവർക്ക് കുടുംബ വർധനവ് നൽകിയെന്ന് നിങ്ങൾ ഇന്ന് തന്നെ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം തുറന്ന് വായിക്കണം. ദൈവം അവർക്ക് കുടുംബ വർധനവ്. അപ്പോൾ ഒരു വർധനവ് വേണമെങ്കിൽ ദൈവഭക്തി വേണം. ഒരു വർധനവ് വേണമെങ്കിൽ ദൈവഭയം വേണം. ദൈവഭയവും ദൈവഭക്തിയോടെ ദൈവജനത്തിന് നന്മ ചെയ്യുമെങ്കിൽ കുടുംബ വർധനവുണ്ടാകും. സാമ്പത്തികമായി വർദ്ധിക്കും, തലമുറകൾ മാനിക്കപ്പെടും, ആരോഗ്യം മാനിക്കപ്പെടും, എല്ലാ നിലയിലും വലിയ വർധനവുണ്ടാകും. അങ്ങനെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വർദ്ധിച്ച് പെരുകി. എന്താണ്? അവർ പുറപ്പെടാൻ സമയമായി എന്നതാണ് ഇതിനെ കാണിക്കുന്നത്. അങ്ങനെ 18-ാം വാക്യം വന്നപ്പോൾ ഒടുവിൽ ജോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രൈമിൽ വാണു. ജോസഫിനെ അറിയാത്ത, ഇവരെല്ലാം ഫറവോ എന്ന രാജകുടുംബമാണ്. ഇപ്പോൾ ആ കുടുംബത്തിൽ മറ്റൊരു രാജാവ് വന്നു. ആ രാജാവ് ജോസഫിനെ അറിയാത്തവനാണ്. ജോസഫിനെ അറിയുന്ന ആരും
ഇസ്രായേൽ മക്കളോട് ദോഷം ചെയ്യില്ല. കാരണം ജോസഫിൻ്റെ കുടുംബക്കാരാണ്. ജോസഫ് കാരണമാണ് മിസ്രൈമിൽ ജനങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ജോസഫ് കാരണമാണ് ഭൂമിയിൽ ഇപ്പോൾ ജനമുള്ളത്. നോഹ നിമിത്തം ഭൂമിയിൽ ജനങ്ങൾ വീണ്ടും നിലനിന്നു, അല്ലേ? ഹാം, ഷേം, യാഫേത്ത്, ഈ 3 ഫാമിലികളിൽ നിന്നാണ് വീണ്ടും ഭൂമിയിൽ മനുഷ്യരുണ്ടായത്. ആദാമിൻ്റെ കുടുംബം, ആദാം നിമിത്തം ഒരു വലിയ ജനത. ആ ജനത അവർ നോഹയുടെ കാലമായപ്പോൾ വെള്ളത്തിൽ മുങ്ങി നശിച്ചു. പിന്നീട് നോഹ നിമിത്തം ഇതാ ഒരു വലിയ ജനത ഉണ്ടായി വരികയാണ്. അതിനുശേഷം ഭൂമി മുഴുവനും ക്ഷാമം കൊണ്ട് മരിക്കാതിരിക്കേണ്ടതിന് ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ വന്ന ക്ഷാമം ഭൂമിയിൽ ജനങ്ങൾ നിലനിൽക്കാൻ കാരണമായത് ജോസഫാണ്. അപ്പൊ നോഹ, ജോസഫ്, പിന്നീട് ഭൂമിയിൽ ജനം ജീവിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് യേശു കർത്താവാണ്. ഒരാൾ പോലും മരിക്കാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകില്ല. ജോസഫിൽ ആശ്രയിച്ചവർ ആരും നശിച്ചു പോയില്ല. നോഹയിൽ ആശ്രയിച്ച ഫാമിലി അവർ നശിച്ചു പോയില്ല, ബാക്കിയെല്ലാം നശിച്ചു പോയി. നോഹയിൽ ആശ്രയിച്ച മൃഗങ്ങൾ നശിച്ചില്ല, അവർ എല്ലാം വീണ്ടും പെരുകി ബലപ്പെട്ടു. യേശുവിൽ ആശ്രയിച്ചാൽ അതൊരു വർധനവായി മാറും. ഇപ്പോൾ ഇവിടെ മിസ്രൈമിൽ, ഈജിപ്തിൽ ജോസഫിനെ അറിയാത്ത, ജോസഫ് കാരണമാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത, അറിയാൻ വേണമെങ്കിൽ പഴമക്കാരോട് ചോദിച്ചൊന്ന് അറിയാം, വേണ്ട, ഒരു 4-5 തലമുറ ഈ രാജ്യത്ത് നടന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങൾ അതിനേക്കാൾ മുകളിലാണ് എന്ന് ചിന്തിക്കുന്ന സമ്പന്നതയുടെ മടിത്തട്ടിൽ ആ കാലത്ത്, ഇന്നത്തെ അമേരിക്ക പോലെയൊക്കെ സമ്പന്നതയുടെ മടിത്തട്ടിൽ നിൽക്കുന്ന ഈജിപ്തിനെ ഈജിപ്താക്കി മാറ്റിയത് ജോസഫാണ്. ജോസഫിനെ മറക്കാൻ ആർക്കും കഴിയില്ല. ജോസഫിനെ ഓർക്കുന്നവർ ജോസഫിന്റെ ദൈവത്തെ ഓർക്കും. എന്നാൽ ജോസഫിനെ മറന്നു കളഞ്ഞു. അതാണ് ഇവിടെ വായിക്കുന്നത്. ഒടുവിൽ ജോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രൈമിൽ വാണു. യേശുവിനെ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ലോകപരമായിട്ട് ജീവിക്കാൻ കഴിയില്ല. ആ വ്യക്തിയുടെ ജീവിതം മാറും. ഈ ഫറവോ ദുഷ്ടനാകാൻ കാരണം അവൻ ജോസഫിനെ അറിഞ്ഞില്ല എന്നൊറ്റ കാരണമാണ്. ജോസഫിനെ അറിയാത്ത ഒരു രാജാവ്. ഇന്നിവർ കുടുംബമായിട്ട് നിൽക്കാൻ കാരണം ജോസഫ് ഇവരുടെ കുടുംബത്തിൻ്റെ അധികാരിയായി, കുടുംബത്തിന് പിതാവായിരുന്നു. ഇവരുടെ വല്യപ്പൻ, വല്യമ്മ, എല്ലാവരും, ആ ഫാമിലി മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടതും ഇന്ന് ഈ രാജാവ് എഴുന്നേൽക്കാൻ കാരണമായതും ജോസഫാണ്. ജോസഫിനെ മറക്കാൻ ആർക്കും കഴിയില്ല. ബൈബിളിൽ യെശയ്യാവിൽ വായിക്കുന്നു, നിങ്ങളെ വെട്ടിയെടുത്ത കനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്ക്, അബ്രഹാമിലേക്ക്, സാറയിലേക്ക് ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അനുഗ്രഹിച്ചു. പഴയത് മറക്കാൻ പാടില്ല. ഇതാ ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രൈമിൽ വാണു. അവൻ എന്ത് ചെയ്തു? ഈ ജനത്തോട് ദോഷം ചെയ്തു. അതാണ് അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ച് നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തിടുവിച്ചു. ആ കാലത്ത്, ഏറ്റവും പ്രതികൂലത്തിൻ്റെ കാലത്ത്, നന്മകളില്ലാത്ത കാലത്ത്, ജോസഫിനെ അറിയാത്ത ഫറവോയുള്ള കാലത്ത്, ഏറ്റവും പീഡനമുള്ള കാലത്ത് ഒരുവൻ ജനിച്ചു. അവന്റെ പേരാണ് മോശ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ശക്തനായ ഒരു ലീഡർ, എക്കാലത്തെ മികച്ചവനായ ഒരു കരുത്തനായ ഒരു ദൈവപുരുഷൻ ഉണ്ടായി വന്നത് ഏറ്റവും പീഡനത്തിൻ്റെ, ഏറ്റവും വേദനയുടെ ഒരു സീസണിലാണ്. ഏറ്റവും കൂടുതൽ വേദനകളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ ഓർക്കണം, ആ സീസണിൽ ദൈവം എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്.
ഇന്ത്യയുടെ മണ്ണിൽ തന്നെ ദൈവസഭയ്ക്ക് വേദനയുടെ ഒരു സീസണായി ഈ സീസൺ കാണുന്നു. ഏറ്റവും വലിയ പ്രതികൂലങ്ങൾ ദൈവസഭ ക്രിസ്തീയ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സീസണിലാണ് ചില ജനനങ്ങൾ നടക്കാൻ പോകുന്നത്. അവിടെ വായിക്കുന്നു, ആ കാലത്ത് മോശ ജനിച്ചു. ദൈവത്തിൻ്റെ പ്ലാനിലുള്ള മോശ തക്ക സമയത്ത്, പുറപ്പാടിൻ്റെ കാലമായി, ജനം വർദ്ധിച്ചു പെരുകുന്നു. ജോസഫിനെ അറിയാത്ത ഫറവോ എഴുന്നേൽക്കുന്നു. എല്ലാ നിലയിലും ദൈവത്തിൻ്റെ കരം അതിൻ്റെ പുറകിലുണ്ടെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഓരോ വരികളിലും നമ്മൾ കാണുന്നത്. ആ കാലത്ത് മോശ ജനിച്ചു. ദൈവത്തിനറിയാം ആര് എപ്പോൾ എവിടെ ജനിക്കണമെന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആദ്യത്തെ കുട്ടി പെണ്ണായതും പിന്നത്തെ കുട്ടിയും പെണ്ണായതും ഏറ്റവും ഒടുവിലും ആണായതും അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി ആണായതും ഇതൊന്നും യാദൃച്ഛികമല്ല. ഇതൊരു സീസണാണ്. ചില സീസണിൽ ചില പെൺകുട്ടികളെ ദൈവം എഴുന്നേൽപ്പിക്കും. ചില സീസണുകളിൽ ചില ആൺകുട്ടികളെ ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ പറയുക. ഈ പ്രതികൂലത്തിൻ്റെ സീസണിൽ ദൈവം എനിക്ക് തന്ന പൈതൽ ദിവ്യ സുന്ദരിയാണ്, ദിവ്യ സുന്ദരനാണ്. അവിടെ വായിക്കുന്നു, മോശ ജനിച്ചു, ദിവ്യ സുന്ദരനായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മറ്റാരിലുമില്ലാത്തൊരു ദിവ്യത്വം അവരുടെ കണ്ണുകളിലുണ്ട്, അവരുടെ മുഖത്തുണ്ട്, അവരുടെ വാക്കുകളിലുണ്ട്. വ്യത്യസ്തമായ ഒരു അനുഗ്രഹത്തിൻ്റെ തലമുറയാണ് നിങ്ങളുടെ തലമുറയെന്ന് നിങ്ങളുടെ തലമുറയെ നോക്കി പറയണം. എൻ്റെ കുഞ്ഞ് യേശുവിൻ്റെ അത്ഭുതകരമായ ഒരു ഉപകരണമായി ജനിച്ചിരിക്കുകയാണ്. ഏത് വൈകല്യമുണ്ടെങ്കിലും, പഠിക്കാൻ പുറകിലാണെങ്കിലും, പലതരത്തിലും പ്രശ്നങ്ങളാണെങ്കിലും പറയണം, അതെ, ദിവ്യ സുന്ദരനാണ്. അവൻ ജനിച്ചപ്പോൾ വേണമെങ്കിൽ മാതാപിതാക്കൾക്ക് അറിയാം കാലക്കേടാണ് ഇവൻ ജനിച്ച സമയം മുതൽ അനുഭവിക്കുന്ന. വളർത്താനും പറ്റുന്നില്ല. ഇപ്പോൾ ഞാങ്ങണ പെട്ടകം വാങ്ങി നൈൽ നദിയിൽ കിടത്തുന്നു. ഒന്ന് നോക്കിയേ, ആ കുഞ്ഞിനെ ഒന്ന് വളർത്താൻ പോലും പറ്റുന്നില്ല. ഏറ്റവും വലിയ ദാരിദ്ര്യത്തിൻ്റെ സമയം, ഏറ്റവും വലിയ വേദനയുടെ സമയം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സീസണുകളിൽ നമ്മൾ കടന്നു പോകുന്ന വേദനയിൽ നമ്മൾ ആ കുഞ്ഞിനെ ദിവ്യ സുന്ദരനായി, സുന്ദരിയായി കാണുക. ആ മാതാപിതാക്കൾ ആകെ ചെയ്ത കാര്യം അതാണ്. അവനെ ഒളിപ്പിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവൻ ശബ്ദമുള്ളവനായി വളരുകയാണ്. അവൻ വളരുകയാണ്. ഒരു ശരിയായ ഒരു ആത്മീക വളർച്ച നമ്മുടെ അടുത്ത തലമുറയിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ആർക്കും ഒതുക്കാൻ കഴിയാത്ത, ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്ത നിലയിൽ ചില വളർച്ചകൾ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ തലമുറയിൽ കർത്താവ് ചെയ്യും. ഇതെല്ലാം നിങ്ങളോടുള്ള പ്രവചന ദൂതാണ്. ഇതുവരെയും ആരും അറിയാതെ വീടുകളിൽ ഒതുങ്ങിപ്പോയ ചില മോശ കുഞ്ഞുങ്ങൾ, ഇനി അവരെ നിങ്ങൾക്ക് നിങ്ങളുടേതായി വളർത്താൻ കഴിയില്ല. പുറത്തിടുവാൻ സമയമായി. അവർ പുറലോകം കാണാൻ സമയമായി. അവർ എത്തേണ്ട ഉയരങ്ങളിൽ എത്തുവാൻ സമയമായി. നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടമാകുന്ന ഒരു സമയം. അവർ നശിക്കുകയല്ല, അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന, ദൈവികമായ അനുഭവത്തിലേക്ക് കയറുന്ന സമയം. അതാണ് നിങ്ങളുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം. കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല. കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിയുക എന്നൊരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠയ്ക്ക് പറയുകയാണ്, കുഞ്ഞുങ്ങൾ നമ്മുടേതല്ല, കുഞ്ഞുങ്ങളെ നൈൽ നദിയിലിടുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുക. ഞാൻ വളർത്തി, ഞാൻ വലുതാക്കി, എൻ്റെ കൊച്ചാണ്, ഞാനാ പഠിപ്പിച്ചത്, ഞാനാ ലോൺ എടുത്തത്, ഞാൻ പറയുന്ന പോലെ കേൾക്കണം, നീ കെട്ടുന്ന പെണ്ണ് ഞാൻ പറയുന്ന പോലെ നിൽക്കണം. കുഞ്ഞുങ്ങളെ വെറുതെ വിടുക, നൈൽ നദിയിലിടുക. ആ പൈതലിൻ്റെ വളർച്ച അത്ഭുതമായിരിക്കും. ദിവ്യ സൗന്ദര്യമുള്ള, ദൈവിക പദ്ധതിയുള്ള, ദൈവത്തിൻ്റെ വിളിയുള്ള കുഞ്ഞുങ്ങൾ അവരെവിടെയിട്ടാലും ആഗ്രഹിക്കുന്ന തുറമുഖത്ത്, ഏറ്റവും വലിയ സ്ഥലത്ത് അവരെത്തിച്ചേരും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് കേട്ട ദൈവവചനം പോലെ തന്നെ ഇവരുടെ തലമുറകൾ
ആ ദിവ്യ സൗന്ദര്യമുള്ള ഈ തലമുറകൾ അവർ ഞങ്ങളുടെ കൺട്രോളിൽ നിന്ന് മാറി സ്വർഗീയ കൺട്രോളിൽ അവർ കുതിച്ച് അവരുടെ വിജയങ്ങളിലേക്കും ഉയർച്ചകളിലേക്കും കയറട്ടെ. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ തലമുറകൾ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠമായ അനുഭവങ്ങളിൽ എത്തട്ടെ. ഇന്ന് കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ സീസണായി ഈ സീസണെ ഞങ്ങൾ കാണും. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസമാണ്. രാവിലെ 10:30 മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും കുഞ്ഞുങ്ങളായിട്ട് കടന്നു വരാൻ കഴിയുന്ന അത്രയും പേർ വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ബലപ്പെടാം. നാളെ ഞായറാഴ്ച 8 മണിക്ക് രാവിലെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമുണ്ട്. നിങ്ങളെല്ലാവരും കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.